കോലാലംപൂർ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്. ഇവിടുന്ന് പെനാങ്ങിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് കോലാലംപൂരിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പെനാങ്ങിലേക്ക് പോവാണ്. അപ്പോൾ KL സെൻട്രലിൽ നിന്ന് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചെക്കൗട്ട് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ക്യാബൊക്കെ ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ ക്യാബ് കിട്ടി. ഈ ഒരു ക്യാബ് ഡ്രൈവർ ബേസിക്കലി തമിഴ്നാട്ടിൽ നിന്നാണ്. ഇവരുടെ ഗ്രാൻഡ് പാരൻസിനെ ബ്രിട്ടീഷുകാർ മലേഷ്യ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ KL സെൻറ്ററിലെത്തി. ഇവിടെ നിന്നാണ് നമുക്ക് പെനാങ്ങിലേക്കുള്ള ബസ് ഉള്ളത്. ഉള്ളത് KL സെൻട്രലിലാണ്. ഇവിടെ ഇപ്പോൾ ബസ് പെനാങ്ങിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി റെഡ് ബസ്സിൽ ബുക്ക് ചെയ്തു. പിന്നെ ഇവിടുന്ന് ബോർഡിംഗ് പാസ് എടുക്കണം. ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ ഒരു 3 റിംഗിറ്റ് കൂടെ കൊടുക്കണം. ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു 2:30 ആകുമ്പോഴത്തേക്ക് ബസ് B3C. B3C. Okay. Thank you. Welcome. Here. From Karika. अच्छा बैग. നമ്മൾ പെനാങ്ങിലേക്കുള്ള ബസ് കയറി. ഫുൾ ഡാർക്കാണ്. ഇത് അണ്ടർഗ്രൗണ്ടിൽ പുറപ്പെടുന്ന ഒരു ബസ്സാണ്. ഫുൾ ഡാർക്ക്. മോർണിംഗ് ആയതല്ല, ഇത് ഓൾറെഡി മോർണിംഗ് ആയിരുന്നു. ഇവിടെ ഇരിക്കും. അച്ഛൻ ബാക്കിൽ. ആക്ച്വലി നമുക്ക് ടിക്കറ്റ് നമ്മളിപ്പോൾ വരുമ്പോഴാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ടിക്കറ്റ് ഒന്നും അവൈലബിൾ ഇല്ല. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇതാ, ഒന്ന് ഇവിടെ ഒന്ന് ബാക്കിൽ. പക്ഷെ ആ ലേഡിയില്ലേ, നമ്മളിപ്പോൾ കണ്ട ലേഡി നമ്മൾ രണ്ടാൾക്കും ഒരുമിച്ചുള്ളൊരു സീറ്റ് തന്നു. നമ്മൾ ചോദിക്കണമെന്ന് വിചാരിച്ചു, അപ്പോഴേക്ക് അവർ അലോട്ട് ചെയ്ത് തന്നു. ദേഷ്യം വന്നില്ലേ? പക്ഷെ നല്ല ആൻറ്റി. അത് പോപ്കോൺ തിന്നുമ്പോൾ കുറച്ച് നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കുമ്പോൾ ആൻറ്റി കുറച്ച് ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടായിരുന്നത്. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ നല്ല ആൻറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്ത്. പക്ഷെ ആങ്കറില്ല, നല്ല ആൻറ്റി ആയിരുന്നു അത്. ഓക്കെ, അപ്പോൾ നമ്മൾ പെനങ്ങിൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കിടന്നുറങ്ങും. പെനങ്ങിലെത്തിയിട്ട് എണീക്കും. നമ്മൾ കോലാലംപൂർ യാത്ര പറയുകയാണ്. നമ്മൾ പെനങ്ങിലേക്ക് പോകുന്നത്, പെനങ് ഐലാൻഡ്. അപ്പം നമ്മൾ കോലാലംപൂർ ടു പെനാങ്. പെനാങ് കഴിഞ്ഞിട്ട് ലങ്കാവി. അങ്ങനല്ല അമ്മ ഫസ്റ്റ് ഇതിൽ പോവും. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് നമ്മൾ അവിടുന്ന് ക്യാബ് വിളിച്ചിട്ട് പോകും. കൊനാലിൽ പോണ, പെനാലിൽ പോണ. അത് കഴിഞ്ഞ് കൊനാലിൽ പോവും. കൊനാലല്ല, ലങ്കാവി. ലങ്കാവിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് പോകും. തിരിച്ച് ഓൾമോസ്റ്റ് 2-3 hours
ആയി. നമ്മൾ കുറച്ച് ടൈം ഉറങ്ങി. 1 hour കൊണ്ട് എനിക്കിതൊന്നും എത്തും. നമ്മൾ അധികം എല്ലാവരും കാണാത്തൊരു മലേഷ്യൻ്റെ സൈഡാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? കാണാട് മലേഷ്യയിലെ സൈഡാണ്. നമ്മൾ ഓൾമോസ്റ്റ് പെനാങ്ങിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാളുണ്ട്. ഇവിടെ നല്ല അടിപൊളി സ്ഥലം കണ്ടോ നീ? നമ്മൾ പെനാങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് നൈറ്റായി. നമ്മളൊരു 6:30-7 മണിയാകുമ്പോഴേക്ക് പെനാങ് സെൻറ്ററിലെത്തി. ഇതാണ് പെനാങ്ങിലെ ബസ് സ്റ്റേഷൻ. ഹായ് ഗൈസ്, ഇപ്പം നമ്മൾ ബസ് ജസ്റ്റ് ഇറങ്ങിയിട്ട് ബസ്സിൽ നിൽക്കാൻ സമയത്തോടെ ഇറങ്ങണ്ട. അമ്മ പൈനാണ്. അപ്പം നമ്മൾ പെനങ്ങിലെ സെൻട്രലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ക്യാബ് വിളിച്ചിട്ട് നമ്മൾ സ്റ്റേൻ്റെ അടുത്ത് പോകണം. നമ്മുടെ ക്യാബ് 2 മിനിറ്റ്സിൽ എത്തും. 7:55 ക്യാബ് വന്നു. ജോർജ് ടൗണിലേക്ക് പോവാണ്. ഇത് അമ്മ അത് ഏതോ വെച്ചു എൻ്റെ കയ്യിൽ അടുത്ത് വെച്ചു. അത് ഓപ്പൺ ചെയ്യാൻ ഫുള്ള് എൻ്റെ കയ്യിൽ വന്നു. പെനാങ് എന്ന് പറയുന്നത് ഒരു ഐലാൻഡാണ്. ഇതിപ്പോൾ നമ്മൾ കടലിന് നടുക്കുള്ള ഒരു ബ്രിഡ്ജിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മളിവിടെ എത്തി. പെനാങ്ങിൽ ജോർജ് ടൗൺ ആണിത്. ഇത് ഏകദേശം നമ്മളെ പോണ്ടിച്ചേരിയിലെ ഫ്രണ്ട് സ്ട്രീറ്റ് ഒക്കെ പോലെ ഉണ്ട്. എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും ചെയ്യണേ.